വന്ദനം അറിയിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഫെബ്രുവരി മാസത്തിൽ ആമേൻ നാം വിശ്വാസത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഫെബ്രുവരി മാസം സ്റ്റെപ്പ് ഫോർവേഡ്, ദ മന്ത് ഓഫ് സ്റ്റെപ്പ് ഫോർവേഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഫോർവേഡ് എന്നുള്ളതിൻ്റെ ഒരു ചുവടുവെപ്പും കൂടെയാണ് ഈ പ്രയർ. ആമേൻ. നമ്മൾ ചെയ്യുന്ന ഈ ചെയിൻ പ്രയർ, പ്രാർത്ഥനയിൽ മുൻപോട്ടൊരു സ്റ്റെപ്പ് ഫോർവേഡ്. പ്രാർത്ഥനയിൽ മുൻപോട്ട് നാം ചുവട് വെക്കുക. നാം മുൻപോട്ട് ചുവട് വെച്ചാൽ ഒരു സ്റ്റെപ്പ് നാം മുൻപോട്ട് വെക്കുമ്പോൾ 10 സ്റ്റെപ്പ് കർത്താവ് നമ്മുടെ അരികിലേക്ക് വരും. നമ്മൾ കർത്താവിലേക്ക് അടുക്കാൻ, അങ്ങനെയല്ലേ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ. സ്തോത്രം. മലാക്കി പ്രവചനത്തിലേക്കാണ് സ്തോത്രം നാം അടുത്തു വരുമ്പോൾ മലാക്കി പ്രവചനം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മലാക്കി പ്രവചനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 3-ാം അധ്യായം 7-ാം വാക്യം, അതിൻ്റെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ്: എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും. അപ്പോൾ കർത്താവിലേക്ക് നാം സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്താൽ, എവിടെയാണോ നാം സ്റ്റക്കായി കിടക്കുന്നത്, എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കാണേണ്ടതായിട്ടുള്ളത്, എന്നാൽ നാം അധ്വാനിക്കുന്നുണ്ട്, നാം പ്രയത്നിക്കുന്നുണ്ട്, പക്ഷേ ഒരു ചലനം കാണാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളുടെ അധ്വാനവും നമ്മുടെ പ്രയത്നവും ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്ഥിതികളെ മാറ്റുവാൻ കഴിയും. സ്റ്റെപ്പ് ഫോർവേഡ്. കർത്താവിലേക്ക് ഒരു സ്റ്റെപ്പ്, പ്രാർത്ഥനയുടെ ഒരു സ്റ്റെപ്പ് നാം വെക്കുമ്പോൾ, സ്തോത്രം, ആരാധനയുടെ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ, വചനധ്യാനത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ ഇടയായിത്തീരും. ഈ മാസം സ്റ്റെപ്പ് ഫോർവേഡ് എന്നുള്ളതാണ്. നമുക്ക് മുൻപോട്ട് ചുവട് വെക്കുവാൻ കഴിയാതിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ നാം ആഗ്രഹമുണ്ട്, പക്ഷെ മുൻപോട്ട് ചുവട് വെക്കാൻ മാനുഷികമായി നാം നോക്കുമ്പോൾ ഫിസിക്കലായ ബാരിയേഴ്സുകളുണ്ട്, 2 സ്പിരിച്വലായ ബാരിയേഴ്സുകളുണ്ട്, 3 ഫൈനാൻഷ്യലായ ബാരിയേഴ്സുകളുണ്ട്. ഇവ 3 മേഖലയാണ് പ്രധാനമായും മുൻപോട്ട് സ്റ്റെപ്പ് ഫോർവേഡ് എന്നുള്ള വിഷയത്തിന് ഒരു ബാരിയറായി നിൽക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. എന്നാൽ സ്തോത്രം, ആ വിഷയങ്ങൾ ഇന്ന് വൈകിട്ട് നമ്മളുടെ ഡെലിവറൻസ് ആൻഡ് പ്രൊഫറ്റിക്കൽ വിർച്വൽ മീറ്റിങ്ങിൽ ആ വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളതിനെക്കുറിച്ച് പ്രാർത്ഥിക്കും. അത് വലിയൊരു വിടുതലിന് കാരണമായി തീരും. എന്നാൽ ഇന്ന് പ്രഭാതത്തിലെ അല്പസമയം നമ്മുടെ ഈ മോർണിംഗ് ഡിവോഷനിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിർവാഹമില്ലാത്തത് കൊണ്ട്, ടൈം ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ ഇന്ന് മോർണിംഗ് ഡിവോഷനായി തന്നിരിക്കുന്ന ദൈവിക വചനം ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എൻ മനമേ നീ ബലത്തോടെ നടക്കൊള്ളുക. എൻ മനമേ നീ ബലത്തോടെ നടക്കൊള്ളുക എന്ന ഒരു വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ജഡ്ജസ് ചാപ്റ്റർ 5 വേഴ്സ് 21-നകത്താണ്, 21-ൻ്റെ അവസാന ഭാഗം. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഈ മോർണിംഗ് ഡിവോഷനിൽ ജോയിൻ ആയവരോട് കൃത്യമായി ഇടപെടുന്നു. എൻ മനമേ നീ ബലത്തോടെ നടക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കമോൺ, ആമേൻ, ആമേൻ, കമോൺ, സ്റ്റെപ്പ് ഫോർവേഡ്. നീ ബലത്തോടെ, കമോൺ, ബി സ്ട്രോങ് ആൻഡ് സ്റ്റെപ്പ് ഫോർവേഡ്. എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. കർത്താവ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും നേരെ കൈ നീട്ടിയിട്ട്, എൻ്റെയും നിങ്ങളുടെ നേരെ കൈ നീട്ടി എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. കമോൺ, ബലത്തോടെ നീ മുൻപോട്ട് ചുവട് വെക്കുക. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ തളർന്നും ക്ഷീണിച്ചും, എനിക്ക് ജീവിതത്തിൽ മുൻപോട്ടൊരു ചുവടുവെപ്പില്ലയോ, എനിക്ക് മുൻപോട്ട് മുന്നേറാൻ കഴിയത്തില്ലയോ, അത് എൻ്റെ സ്പിരിച്വൽ ലൈഫിലാകട്ടെ, എൻ്റെ ഫൈനാൻസ് ആകട്ടെ, അല്ല എൻ്റെ ഫിസിക്കലാകട്ടെ, എനിക്ക് എവിടെയൊക്കെയോ ഞാൻ സ്റ്റക്കായിരിക്കുന്നു, എന്നെ ഒന്ന് കൈപിടിക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ ആരുമില്ല എന്ന് പറയുന്ന പ്രിയ മാതാവേ, എന്ന് പറയുന്ന പ്രിയ സഹോദര, കർത്താവ് ഇന്ന് പകൽ നിന്നോട് പറയുന്നു, ബിഹോൾഡ് ആൻഡ് സ്ട്രോങ് സ്റ്റെപ്പ് ഫോർവേഡ്. ആമേൻ, സ്തോത്രം. ആമേൻ. കർത്താവ് നിന്റെ നേരെ കൈനീട്ടുകയാണ്. കർത്താവ് നിന്റെ വലങ്കരത്തിൽ പിടിക്കുകയാണ്. പിടിച്ചിട്ട് നിന്നോട് പറയുന്നു, എൻ മനമേ നീ ബലത്തോടെ
മുൻപോട്ട് ചുവട് വെക്കുക. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ പറയും യെസ് ആമേൻ, ഞാൻ മുൻപോട്ട് ചുവട് വെക്കും, ഞാൻ ഒരു സ്റ്റെപ്പ് ഫോർവേഡ്, മുൻപോട്ട് ചുവട് വെക്കുവാൻ, മുന്നേറാൻ ഒരു പടി ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ മുന്നേറാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേക കരങ്ങൾ ഈ ഭൂമിയിൽ സ്വത്രം നമുക്ക് തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നിൽക്കുന്നത്, അയ്യോ ആ കുടുംബം, അവൻ മുൻപോട്ട് വരരുത്, അവൾ മുൻപോട്ട് വരരുത്, അവൻ്റെ മക്കൾ മുൻപോട്ട് വരരുത്. ഒരു മേഖലയിലും ഞാനും നിങ്ങളും മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന സ്വത്രം വ്യക്തികൾ വളരെ വിരളമായിരിക്കാം. എന്നാൽ നമ്മുടെ യേശു അപ്പച്ചൻ മാത്രം അനേക കരങ്ങൾ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുമ്പോൾ യേശുപ്പച്ചൻ മാത്രം നിന്റെ നേരെ കൈ നീട്ടിയിട്ട് നിന്നോട് പറയുന്നു, കമോൺ സ്റ്റെപ്പ് ഫോർവേഡ്. നീ മുമ്പോട്ട് വരരുതെന്ന് പറഞ്ഞ അനേക ബ്ലോക്കുകളുടെ നടുവിൽ ഒറ്റക്കരം നിന്റെ നേരെ നീണ്ട് നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ മുൻപോട്ട് നടത്താൻ ആഗ്രഹിക്കുന്നു. അത് മറ്റാരുടെയും കരമല്ല, അത് എൻ്റെ യേശുപ്പച്ചൻ്റെ കരമാ. ഹല്ലേലൂയ, സ്വതന്ത്രം. നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഈ ട്രാഫിക് പോലീസ് ഇങ്ങനെ കൈ കാണിക്കില്ല, ഇങ്ങനെ ആമേൻ നിർത്തിയിട് എന്നതുപോലെ അനേക വീടുകൾ, അനേക കുടുംബങ്ങൾ, അനേക വ്യക്തികളുടെ മുമ്പിൽ ദാ പിശാച് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചേക്ക്, ഇവൻ മുമ്പോട്ട് പോകരുത്, ഇങ്ങനെ നിർത്തിയിരിക്കുക. എന്നാൽ സ്വതന്ത്രം ഈ മാസത്തിൽ സ്വതന്ത്രം ഈ നടക്കുന്ന മീറ്റിങ്ങുകൾക്കകത്ത് സ്വതന്ത്രം നിന്റെ ചില ബ്ലോക്കുകൾ, ചില സിഗ്നലുകൾ, റെഡ് സിഗ്നലുകൾ മാറും. ചില കൈകൾ കർത്താവ് ഇന്ന് നിന്റെ മുൻപോട്ടുള്ള ഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കൈകളെ ദൈവം ഒടിക്കും എന്ന് പറഞ്ഞാൽ, കൈകളെ ഒടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വചനത്തിനകത്തൂടെ പറഞ്ഞതാണ്. യെഹെസ്കേൽ പ്രവചനത്തിനകത്ത് പറയുന്നുണ്ട്, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മൾ വൈകിട്ട് ശുശ്രൂഷിക്കും. മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വിടത്തില്ല. ഈ ഇസ്രായേൽ ജനം മോശ പോയി പറയുക, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട് എന്ന് വെച്ചാൽ മുൻപോട്ട് അവരെ വിടാൻ, സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ, അവരെ മുൻപോട്ട് വിട് എന്ന് പറഞ്ഞിട്ടും വിടാതെ പിടിച്ചു വെക്കുന്ന ഒരു ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഞാനും നിങ്ങളും ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. അല്ലേ 2025-ലും 24-ലും പലയിടങ്ങളിൽ നമ്മൾ മുൻപോട്ട് പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചിലരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ആഗ്രഹമുണ്ട് ബ്രദറെ, ആഗ്രഹമുണ്ട് പാസ്റ്ററെ, മുൻപോട്ട് ചെയ്യണം, അത് വരണം, എടുക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹം, പക്ഷേ എന്നെ സമ്മതിക്കുന്നില്ല, എന്നെ വിടുന്നില്ല, എന്നെ കഴിയുന്നില്ല. സ്തോത്രം. അതെ, നീ മുൻപോട്ട് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികളുണ്ടെന്നേ. സ്തോത്രം. നിന്നെ മുൻപോട്ട് വിടരുത് എന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടമേഖലകളുണ്ടെന്നേ. സ്തോത്രം. എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട് എന്ന് പറയുമ്പോഴും വിടാതെ പിടിച്ചു വെക്കുന്ന ശക്തിയുണ്ട്. എന്നാൽ ആയതിൻ്റെ നടുവിൽ മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഒടിച്ചുകൊണ്ട് സ്തോത്രം മുന്നേറാൻ സഹായിച്ചൊരു ദൈവത്തിൻ്റെ കരം. അതാണ് ബൈബിളിൽ പറയുന്നത്, നീട്ടിയ തൃക്കരത്താലും തൻ്റെ ഭുജബലത്താലും താൻ തൻ്റെ ജനത്തെ മുൻപോട്ട് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യിച്ചു. ആമേൻ. എൻ്റെ ദൈവം നീട്ടിയ തൃക്കരത്താലും സ്തോത്രം, നിന്റെ നേരെ ഒരു കരം നീണ്ടു വരികയാ. ആ കരം നിന്നെ പിടിപ്പിച്ച് നിന്നെ സ്റ്റെപ്പ് ഫോർവേഡ്, എവിടെ സ്റ്റക്കായോ, എവിടെ ദുഷ്ടമേഖലകൾ മുൻപോട്ട് വിടാതെ ബ്ലോക്ക് ചെയ്തോ, ആ ബ്ലോക്കുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ആ ബ്ലോക്കുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിന്നെ സ്പിരിച്വലി, ഫിസിക്കലി, ഇമോഷണലി ആൻഡ് ഫൈനാൻഷ്യലി നിന്നെ മുൻപോട്ട് ഫോർവേഡ് ചെയ്യിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മാസം സ്റ്റെപ്പ് ഫോർവേഡ് എന്നാണ്. സ്തോത്രം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് സ്തോത്രം പ്രാർത്ഥിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സ്തോത്രം, എല്ലാ വഴികളും അടഞ്ഞു എന്ന് ചിന്തിച്ച് പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ കിടക്കുകയാണ്. തനിക്ക് കൈ കൊടുക്കാൻ അവിടെ ആരുമില്ല. തന്നെ ഒന്ന് കൈപിടിച്ച് സ്തോത്രം ഒന്ന് നടത്താൻ, ഒന്ന് പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാനൊന്നും ആരുമില്ല. എല്ലാ വഴിയും അടഞ്ഞു എന്ന് യോഹന്നാൻ ചിന്തിച്ച് പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ 4-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, കമോൺ, ഇവിടെ കയറി വരിക, സ്റ്റെപ്പ് ഫോർവേഡ്.
എന്നോട് ഒരു ശബ്ദം, ഓ ഈ പകലിൽ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെയോ ഉള്ളത്തിൽ സംസാരിക്കുന്നല്ലോ, ആരെയൊക്കെ തൊടുന്നല്ലോ. എൻ്റെ കർത്താവ് പറയുന്നു, സ്റ്റെപ്പ് ഫോർവേഡ്. നിനക്കാരുമില്ലേ? നീ പത്മോസിലാണോ? ഒരു കരം നിന്റെ നേരെ ഇറങ്ങി വരുന്നു. ഒരു കരം നിന്റെ നേരെ ഇറങ്ങി വരുന്നു. നീ ആ പത്മോസിൽ കടന്ന് അവിടെ കൊണ്ട് തീരണമെന്ന് ശത്രു ആഗ്രഹിക്കുമ്പോൾ അതേ പത്മോസ് ഒരു ചരിത്രമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതേ പത്മോസിൽ ആമേൻ അത്ഭുതങ്ങളുടെ കലവറകളെ പുറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഒരു കരം നിന്റെ നേരെ ഇറങ്ങി വരുന്നു. ആ കരത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? നിന്നെ കയറ്റി കൊണ്ടുവരണമെന്ന്, നിന്നെ മുൻപോട്ട് കൊണ്ടുവരണമെന്ന ആഗ്രഹം. ആമേൻ യോഹന്നാനോട് ആമേൻ കർത്താവ് പറയുക, ആമേ ഒരു ശബ്ദം അവിടെ ഇറങ്ങി. ആമേ ആ ശബ്ദം കാഹളനാദം പോലെ ആമേ എന്നോട് സംസാരിച്ച് കേട്ട ശബ്ദം. എന്താ ആ ശബ്ദം? ആ ശബ്ദം വേറെ ഒന്നുമല്ല, കമോൺ സ്റ്റെപ്പ് ഫോർവേഡ്. ആദ്യം നാം വായിച്ചതുപോലെ ജഡ്ജസിനകത്ത് നാം വായിച്ചല്ലോ അത്. ആമേൻ സ്തോത്രം. ആമേ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. ഇവിടെ യോഹന്നാനോട് പറയുകയാണ്, ആമേ ഇവിടെ കയറി വരിക, സ്റ്റെപ്പ് ഫോർവേഡ്. നീ മുൻപോട്ട് വാ, നീ കയറി വാ. ഞാനും നിങ്ങളും കയറി വരാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ഒരു ഹൃദയം, ആമേ അതെൻ്റെ യേശുപ്പച്ചൻ്റെയാ. ഈ മാസം നീ കയറി വരും. എൻ്റെ ഉള്ളിൽ ചില ഭയങ്ങളൊക്കെ ഉണ്ട്, എന്താകും ഞാൻ ചുവട് വെച്ചാൽ. പക്ഷേ പരിശുദ്ധാത്മാവ് ആമേൻ മുൻപോട്ട് ചുവട് വെക്കാൻ സഹായിക്കും കേട്ടോ. ആമേൻ സ്തോത്രം. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ ഫെബ്രുവരി മാസം പ്രാർത്ഥനയിൽ സ്റ്റെപ്പ് ഫോർവേഡ്, ആരാധനയിൽ, വചനധ്യാനത്തിൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്നതിൽ, കർത്താവിന് വേണ്ടി ചെലവാകുന്നതിൽ, ചെലവിടുന്നതിൽ ക്ഷീണിച്ച് കുഴഞ്ഞു പോകാനല്ല അപ്പച്ച. എൻ്റെ യേശു ഇന്ന് ചിലരുടെ കരം പിടിക്കുകയാണ്. അവൻ ചിലരോട് സ്റ്റെപ്പ് ഫോർവേഡ് എന്ന് പറയുന്നു. ഓ സ്റ്റെപ്പ് ഫോർവേഡ്. ഈ വചനം ഒരു പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ, ചില ഡോറുകളുടെ, ചില ഭവനങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ചില കല്ലുകളുടെ മേൽ വന്ന് ചുറ്റിക വീഴുന്നത് പോലെ ഒരു വെളിപ്പാടിൽ ആത്മാവ് അങ്ങനെ എനിക്കൊരു ബോധ്യം തരുന്നു. ചിലരെ മുൻപോട്ട് വിടാതെ തടസ്സമായി നിൽക്കുന്ന ബ്ലോക്കുകൾക്കകത്തേക്ക് ഒരു ചുറ്റിക പോലെ ഈ വചനം വന്ന് വീഴട്ടെ. ചില ബ്ലോക്കുകൾ പൊട്ടിമാറട്ടെ. ചിലർ ഫോർവേഡ്. എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ദൂത് പറയുകയാണ്. എൻ മനമേ, നിങ്ങളുടെ പേര് വിളിക്കുക, എന്നിട്ട് പറയുക, എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. നിന്റെ അപ്പൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. കയറി വരണം എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണുകളടച്ചേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ച ദൈവിക വചനത്തിനായി സ്തോത്രം. ഈ മാസം ഞങ്ങളുടെ സ്റ്റെപ്പ് ഫോർവേഡാണ്. ഞങ്ങൾ മുൻപോട്ട് ചുവടുവെക്കുന്ന മാസമാണ്. അങ്ങ് ഞങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുള്ളതിനാൽ ഞങ്ങൾക്കതിന് സാധ്യമാകും. ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ സാധ്യമാകത്തില്ല. അങ്ങ് ഞങ്ങൾക്ക് വലങ്കരം തരുന്നത് കൊണ്ടത് സാധ്യമാകും. അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. തിരുകൃപ കൂടെ ഇരിക്കട്ടെ. വിശുദ്ധ ദൂതന്മാർ കാവലായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് വൈകിട്ട് 9 മണിക്ക് ആമേൻ മീറ്റിംഗ് നമുക്ക് സൂമിൽ സെയിം ലിങ്കാണ്. നിങ്ങൾ ജോയിൻ ചെയ്യുമല്ലോ. ആമേൻ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. ചെയിൻ പ്രയറിൻ്റെ കാര്യവും മറക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.